ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഒത്തിരി മിച്ചർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് വൈകിട്ട് മക്കൾ വരുമ്പോഴത്തേക്കും ഒത്തിരി മിച്ചർ ഉണ്ടാക്കി വെക്കാം ചായയുടെ കഴിക്കാനായിട്ടെന്ന് വിചാരിച്ചിട്ട് ഞാനും ചേട്ടനും കൂടെ പോയി പെട്ടെന്ന് തന്നെ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് മിച്ചർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് കടലമാവ്, അരിപ്പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കായപ്പൊടി എല്ലാം ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ ആ ഒരു പരുവത്തിന് എടുക്കാനായിട്ട് നമ്മൾ സാധാരണ ഇടിയപ്പത്തിന് കുഴയ്ക്കുന്ന കണക്ക് ഒന്ന് കുഴച്ച് നല്ലോണം എടുക്കുകയാണ്. അപ്പോൾ ഇന്ന് എന്തോ പെട്ടെന്ന് ചേട്ടനാണ് രാവിലെ തൊട്ട് പറയും നമുക്ക് നിന്നിട്ട് മിച്ചർ ഉണ്ടാക്കാമെന്ന്. അങ്ങനെ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് അതിൻ്റെ ഫൈനൽ രൂപം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ചീനച്ചട്ടിയിൽ മിച്ചർ ഉണ്ടാക്കാനുള്ള പരിപാടി തുടങ്ങിയിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ഇങ്ങനെ പിഴിഞ്ഞിട്ട് വരുന്നില്ല. പിന്നെ ചേട്ടനാണ് കേട്ടോ കുറേയൊക്കെ ഹെൽപ്പ് ചെയ്ത് തന്നത്. ചേട്ടൻ തന്നെയാണ് കൂടുതലും ഉണ്ടാക്കിയത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ പിടിച്ചുകൊണ്ടേയിരുന്നു. എന്തായാലും നമുക്ക് പെട്ടെന്നൊക്കെ ഇത് കുറച്ചുണ്ടാക്കി വെച്ചപ്പോൾ തന്നെ നമുക്ക് 2 ദിവസത്തെ അപ്പോൾ ഇന്നലെ ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇനി 2 ദിവസത്തേക്കും കൂടെ സാധനം നമുക്കുണ്ട്. മിച്ചർ നമുക്ക് കഴിക്കാനായിട്ട് വരും. പിന്നെ പുറത്തുനിന്ന് മേടിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് തന്നെയാണ് കേട്ടോ നമ്മളെ വീട്ടിൽ ഉണ്ടാക്കുന്നത്. ഇടയ്ക്ക് ഞാൻ ഒന്ന് വെളിയിലോട്ട് പോയപ്പോഴാണ് മോൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തിട്ട് പോയി. അവൻ ഇതാ എടുത്ത് നശിപ്പിച്ച് വെച്ചു. കുറച്ചൊക്കെ അതിലുള്ളൂ. അപ്പോൾ ഇതാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കുക. കടല, പിന്നെ കപ്പലണ്ടി, കടല, വെളുത്തുള്ളി, കറിവേപ്പില ഇതെല്ലാം ഇതിൽ വറുത്ത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ. ഓക്കെ, താങ്ക് യു. എല്ലാവരും എൻ്റെ വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.